4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം സെമിസ്റ്ററിൽ യൂണിറ്റി വിമൻസ് കോളേജിലെ ചരിത്ര വിഭാഗം ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സ് ബ്രിട്ടീഷ് ഹിസ്റ്ററി പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ മോൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന മൈനർ കോഴ്സിൽ ഒന്നാം സെമിസ്റ്ററിൽ വിദ്യാർത്ഥികൾ പഠിച്ച ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഫ്രം പ്രീ ഹിസ്റ്റോറിക് ടു ദി ലേറ്റ് മിഡിൽ ഏജസ് എന്ന കോഴ്സിന്റെ തുടർച്ചയായ രണ്ടാം സെമിസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഫ്രം ട്യൂഡർ ടു ഗ്ലോബൽ എംപയർ എന്ന കോഴ്സിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിലെ രാജകുടുംബമായ ട്യൂഡർ ഭരണാധികാരിയുടെ കാലം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയുള്ള ബ്രിട്ടന്റെ മാറ്റങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടാൻ പര്യാപ്തമായ ഒന്നാണ്. അതുപോലെ തന്നെ ട്യൂഡർ ഭരണാധികാരികളായ ഹെൻറി എട്ടാമൻ, എലിസബത്ത് ഫസ്റ്റ് എന്നിവർ തങ്ങളുടെ അധികാരം രാഷ്ട്രത്തെ മാറ്റിമറിക്കുന്നതിന് എങ്ങനെ ഉപയോഗിച്ചു എന്നതും മതനവീകരണ പ്രസ്ഥാനം ബ്രിട്ടനിലെ മതത്തെയും സമൂഹത്തെയും എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നതും ഈ കോഴ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ നടന്ന രാജാവും പാർലമെന്റും തമ്മിലുള്ള സംഘടനകളും 1688-ലെ ഗ്ലോറിയസ് റവല്യൂഷനും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വരുത്തിയ മാറ്റങ്ങളെ ഈ കോഴ്സിൽ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്നുള്ള ഭാഗത്ത് ആധുനിക കാലത്ത് ആഗോള സംഭവവികാസങ്ങളിൽ ബ്രിട്ടൻ വഹിച്ച പങ്ക് ചർച്ച ചെയ്യപ്പെടുന്നു. സപ്തവത്സര യുദ്ധങ്ങളും അമേരിക്കൻ കോളനികൾ നഷ്ടപ്പെട്ടതും ഇംഗ്ലണ്ടിലുണ്ടാക്കിയ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടാണ് ഈ കോഴ്സിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിലുണ്ടാക്കിയ വികാസവും പുതിയ സാമൂഹ്യ പ്രശ്നങ്ങളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഈ കോഴ്സിനെ കാലിക പ്രശസ്തമാക്കുന്ന ഭാഗങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ എങ്ങനെ ഒരു ആഗോള ശക്തിയായി മാറി എന്നത് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് അവസാനിപ്പിക്കുന്നത്. FAUGPയുടെ ഭാഗമായി മറ്റു കോഴ്സുകളിലെല്ലാം ചെയ്ത പോലെ തന്നെ അസസ്മെന്റ് മെത്തേഡ് ഒരുപോലെ ഇതിനകത്തും നമുക്ക് കാണാൻ കഴിയും. ടെസ്റ്റ് പേപ്പറും അസൈൻമെന്റും സെമിനാറും അതുപോലെ ഓപ്പൺ എൻഡഡ് ആക്ടിവിറ്റിയും കുട്ടികളെ ഈ കോഴ്സിന്റെ ഭാഗമാക്കുന്നതിൽ വലിയ റോൾ വഹിക്കുന്നുണ്ട്. എല്ലാവർക്കും ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ രണ്ടാം സെമിസ്റ്ററിലെ ഈ കോഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.